സോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ വേറെ ലെവലായിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കളിക്കുന്നത് GTA 5 ആണ്. ഓക്കെ, അപ്പോൾ GTA 5 നമ്മൾ മിലിറ്ററി ബേസ് അറ്റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് അറിയാമെങ്കിൽ മിലിറ്ററി ബേസ് എന്ന് പറയുമ്പോൾ GTA 5 തന്നെ വേറെ ലെവലായിട്ടുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഭയങ്കര രീതിക്ക് സെക്യൂരിറ്റി, പോലീസ്, ആർമി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറാൻ പോലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കയറാൻ അവിടെ നമ്മളെ കൊല്ലും, അത് വേറെ കാര്യം. അങ്ങനത്തെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു മിലിറ്ററി ബേസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ മിലിറ്ററി ബേസ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് മിലിറ്ററി ബേസിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയും നുഴഞ്ഞ് കയറാനായിട്ട് പോവുകയാണ്. നുഴഞ്ഞ് കയറി കുറച്ച് സമയം നമ്മൾ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെങ്ങോട്ട് ഇത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാരണം നമ്മൾ 50K സബ്സ്ക്രൈബേഴ്സിനോട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അതിൽ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ കമൻറ്റും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ളൊരു സ്പേസാണ് ഞാൻ നോക്കി എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൗണ്ടൻ്റെ മുകളിൽ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു സ്റ്റണ്ടൊക്കെ താഴോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജമ്പ് ചെയ്താൽ നമുക്ക് ആ വോളിൻ്റെ അപ്പുറത്ത് കിടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ വേറൊരു വഴിയല്ലോ. ഓക്കെ, അല്ലാതെ ഫ്രണ്ട് എൻട്രൻസിൽ കൂടെ കയറാനായിട്ട് പറ്റത്തുള്ളൂ. അത് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് പറ്റത്തില്ല. അതിൽ മിലിറ്ററി ഓഫീസേഴ്സോ അങ്ങനെയാണെങ്കിൽ മറ്റേ വാങ്ങിയത് അതിലൂടെ കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു സ്റ്റണ്ട് ചെയ്തിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് നോക്കിയാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് സ്റ്റണ്ട് ചെയ്തു, അകത്ത് കയറിയിട്ടുണ്ട്. നോക്കുമ്പോൾ 4 സ്റ്റാർ പോലീസ് ഗൈസ്, നമ്മുടെ പുറകെ 4 സ്റ്റാർ പോലീസ് പുറകെ കൂടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എവിടെയെങ്കിലും ഒരു സ്പേസ്, ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കയറിക്കാനായിട്ട് പറ്റണം. നമുക്ക് നൈസായിട്ട് കവർ എടുത്ത് ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് മാക്സിമം ഇതിൻ്റെ അകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കാം എവിടെയാണ് ഒരു സേഫ് സ്പേസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കും. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മളാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഞാൻ മണ്ടത്തരമാണ് കാണിച്ചത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് വരാൻ പാടില്ലായിരുന്നു. ഓക്കെ, നേരെ കവർ എടുത്ത് പോയായിരുന്നു ചെയ്യേണ്ടത്. സാരമില്ല, നമ്മുടെ മനസ്സിൽ വേറൊരു ഐഡിയ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാറുണ്ട്. ആ ഒരു കാർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് കാർ കാര്യങ്ങളൊക്കെയാണ്. അതിൽ മിലിറ്ററി ബേസ് എന്നല്ല, ഏതൊരു ബേസിലെ ഓഫീസേഴ്സ് വന്ന് ഫയർ ചെയ്താലും ഏക്കാൻ പോലും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറാണ് ആ ഒരു കാർ. ഈ ഒരു കാർ വെച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സേഫ് ആയിട്ട് സ്പേസിൽ കയറണം. ഓക്കെ, അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിലിറ്ററി ബേസിന് നടുക്കായിട്ടാണ് ഈ ഒരു വലിയൊരു ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു ടവറിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റി കഴിഞ്ഞാൽ നല്ല രീതിക്ക് കവർ എടുത്ത് ഫയർ ചെയ്യാനും പറ്റുന്ന ഈസി ആയിട്ടുള്ള സ്പോട്ടാണത്. അപ്പോൾ അവിടേക്ക് നമുക്ക് കയറാം. എൻ്റെ പൊന്ന് കൈസ്, അവന്മാർ നമ്മളെ വിടത്തില്ല. ഓക്കെ, നമ്മൾ അനക്കുന്നില്ല, കാരണം അവർ ഫയർ ചെയ്തിട്ടേക്കുന്നില്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ടാങ്കോ അത് ഇതും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഹെലികോപ്റ്ററൊക്കെ ഓൾറെഡി പറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ടവറിനകത്ത് കയറാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നോക്കുമ്പോൾ ആ കാണുന്നതാണ് ഗൈസ് ടവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടവറിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും കയറാം. ഓക്കെ, അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വഴി കൂടാണ്. വണ്ടി ഇവിടെ നിന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് അകത്ത് പോയി കയറാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ സ്റ്റെപ്സ് കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി നമുക്ക് നൈസായിട്ട് മണ്ടയ്ക്ക് നോക്കി. ഇത് നല്ല മുകളിലേക്ക് കയറാനുണ്ട്. 7-8 നില മുകളിലേക്ക് നമുക്ക് ഈ സ്റ്റെപ്പ് വലിഞ്ഞ് കയറാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ ആരും വന്നാലും നമുക്ക് അവരെ തീർക്കണം. ആക്ച്വലി ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു GTA 5 പോലീസേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര മണ്ടന്മാരായിട്ടുള്ള പോലീസുകാരാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇത്ര ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരുത്തന്നെ എന്നെ ഫോളോയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് അവരെല്ലാം അപ്പുറത്തോ നിന്ന് മാറി ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അവർക്ക് മനസ്സിലായിട്ട് പോലുമില്ല ഞാൻ എവിടെയാണെന്നുള്ളത്. എന്ന് പറഞ്ഞ് നമ്മൾ താഴെ ചെന്ന് മാസം കാണിച്ചാൽ അവരെ നമ്മളെ കൊല്ലും, അങ്ങനെയല്ലേ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ ഒരു എത്രാമത്തെ നിലയാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നോക്കുവാണെങ്കിൽ എത്രാമത്തെ 5-ാമത്തെ 6-ാമത്തെ നിലയിൽ 4-ാമത്തെ നിലയിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇത്രയും ഓടി കയറിയിട്ട് 4-ാമത്തെ നിലയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നൈസായിട്ട് മണ്ടയ്ക്കോ 6-ാമത്തെയോ 7-ാമത്തെ ഫ്ലോറിൽ എന്തോ ഒരു പോലീസുകാരുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങേരെ നമുക്ക് നൈസായിട്ട് തട്ടണം, ഇല്ലെങ്കിൽ അങ്ങേരെ നമുക്ക് പണി കിട്ടും. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര മിനിറ്റ് എത്ര സമയം വേണമെങ്കിലും സർവൈവ് ചെയ്യാനായിട്ട് പറ്റുമോ. കാരണം ഇത് എന്തായാലും പോലീസുകാരൊന്നും താഴെ നിന്ന് കയറി വരുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറേ സമയം അത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇത്ര നേരം കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത്രയും വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ അത് മോശമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയാൽ അങ്ങനെ ഫൈനൽ എൻ്റെ കൈസ് ഒരുത്തൻ നിൽക്കുന്നത് അവനെ നമുക്ക് ഫയർ. ഓക്കെ, അവനെ ഫയർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ജസ്റ്റ് ഗണ്ണ് വെച്ച് നമ്മൾ തന്നെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു കിളവൻ അവിടെ കിളവനെ നമുക്ക് ഫയർ ചെയ്യാം. ഓക്കെ, അവനെ ആ കിളവനെ നമ്മൾ അടിച്ച് താഴെ ഇട്ട് കൈസ്. ഷോർട്ട് ഗൺ എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, ഷോർട്ട് ഗൺ വെച്ച് ഫയർ ചെയ്യാനായിട്ട് അവനെ കീഴിൽ ചെല്ലുമ്പോൾ ഷോർട്ട് ഗൺ വെച്ച് അവൻ്റെ തലയ്ക്ക് അടിച്ച് അവനെ കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ ഒരു സ്മോൾ ഈ ഗണ്ണിൻ്റെ പേര് എനിക്ക് അറിയില്ല. ഓക്കെ, ആ ഒരു ഗണ്ണ് വെച്ച് നമുക്ക് നൈസായിട്ട് ഇനി ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. അത് വർക്കിംഗ് അല്ലാണെന്നാണ് തോന്നുന്നത്. നോക്കുമ്പോൾ അത് കുറേ ലാപ്പും അത് ഇത് PC കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ഫയർ ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. നൈസായിട്ട് മണ്ടയ്ക്ക് കയറാം. ഇനി മണ്ടയ്ക്ക് ഒരു ഓഫീസറും കൂടെ ഉണ്ട്. ഓക്കെ, അവനെയും കൂടെ നമുക്ക് എങ്ങനെയും തീർക്കണം. കാരണം അവനും കൂടെ ഉള്ളൂ നമുക്ക് നമ്മുടെ വഴിയിൽ ഇനി ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അവനും കൂടെ ഫിനിഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് മിലിറ്ററി ബേസ് ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ഇവിടെ പിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ നൈസായിട്ടും താഴെ ഇറങ്ങി അവൻ നമുക്ക് ഫയർ ചെയ്യുന്നുണ്ട്. നോക്കിയപ്പോൾ അവൻ ആ സ്റ്റെപ്പിൻ്റെ കീഴേ കൂടെ ഉള്ള
ഇത് വെച്ച് നമ്മളവനെ ഫയർ ചെയ്ത് കൊന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മിലിറ്ററി ബേസ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റി. ഇവിടെയുള്ള ഓഫീസേഴ്സിനെയൊക്കെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഒരു മിലിറ്ററി ബേസിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ലാപ്പും PC കാര്യങ്ങളെല്ലാം നമ്മൾ അടിച്ച് തകർക്കുകയാണ്. പക്ഷേ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് നമ്മുടെ പവർ. അപ്പോൾ ഈസിലി മിലിറ്ററി ബേസ് നമ്മളാണെങ്കിൽ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ സർവൈവും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. കാരണം ഓഫീസേഴ്സ് ഒന്നും താഴെ നിന്ന് എന്തായാലും കയറി വരും. നമ്മൾ പുറത്തിറങ്ങാത്ത പക്ഷേ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ നൈസായിട്ട് നമ്മുടെ മെഷീൻ കണ്ടുണ്ട് അത് വെച്ച് പടപടാന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, ബുള്ളറ്റ് പ്രൂഫാണ്, എന്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഒരു ബുള്ളറ്റ് പ്രൂഫ് ചില്ലിലൊക്കെ നമ്മളാണ് 7 വട്ടോ 8 വട്ടോ അങ്ങനെ കണ്ടിന്യൂസ് ഫയർ ചെയ്യുമ്പോൾ പൊട്ടുമെന്നൊക്കെയാണ് തിയറി. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മളിതിൽ കുറേ നേരം പൊട്ടിച്ചിട്ട് അനക്കമൊന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെ നിൽക്കുകയാണ്. ജസ്റ്റ് ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ പൊട്ടുന്നില്ല. അങ്ങനെ ഈ ഒരു ടവറിൽ കുറേ സമയം നമ്മൾ നിന്നതിന് ശേഷം നമുക്ക് ബോറടിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നൈസായിട്ട് താഴെ ഇറങ്ങിപ്പോൾ താഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓഫീസേഴ്സ് നമ്മൾ പുറകെ വരും എന്താണെന്ന് വെച്ചാൽ താഴെ പോയി നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ എത്തിയെന്ന് തോന്നുന്നു. നോക്കി അപ്പോൾ ഇവിടെ തുറന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരുത്തനെയും കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇത് ആർമിക്കാരുടെ എന്തോ ക്ലാസ് റൂം എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നൈസായിട്ട് ഇവിടെ നിന്ന് നോക്കാം. എൻ്റെ പൊന്ന് കൈസ് എവിടെ ഒന്ന് ഫയർ ചെയ്തെന്ന് എവിടെ ഒന്ന് ഫയർ ചെയ്തെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മളെ അവന്മാർ കൊന്നിട്ടുണ്ട്. ഏത് സൈഡിൽ നിന്ന് വന്നെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക എവിടെ നിന്നാണ് ഫയർ ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഈ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ GTA 5 കുറിച്ചുള്ള ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും ശ്രമിക്കുക. സോ ഈ സമയത്ത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.